എം ജയചന്ദ്രൻ താങ്കളിലേക്ക് വരുന്നു. ഇപ്പോൾ ഡോക്ടർ VPP മുസ്തഫ ചൂണ്ടിക്കാട്ടിയ ഏറെ കാര്യങ്ങൾ കേരളത്തിൽ ഇതിനകം വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങളോടുകൂടിയൊക്കെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതുപോലെ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നും ആശങ്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നും വ്യക്തമാണ്. ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കേന്ദ്രത്തിന് പോലും വെക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. 2020 ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണിത്. 2025 നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനകം കേരളം കൈക്കൊണ്ട ബദൽ രീതികളൊക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഇപ്പോൾ അനുവദിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ കൂടി, അതിന് കേന്ദ്രം തയ്യാറാകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനും എത്രയോ മുൻപ് രാജസ്ഥാനിലൊക്കെ അംഗീകരിച്ച കോൺഗ്രസിൻ്റെ വാദം, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്നേഹിക്കുന്ന എൻ ശ്രീകുമാറിനെ പോലുള്ളവരുടെ വാദം, അതൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ ഒരല്പം ആവേശക്കൂടുതലുണ്ടോ ഈ വിമർശിക്കുന്നവർക്ക്? ഇടതുപക്ഷത്തിൻ്റെ മുന്നണി സംവിധാനത്തിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ഈ കാര്യത്തിലെ തർക്കമൊക്കെ വല്ലാതെ വഴിവിട്ട് പോയി നമ്മുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒലിച്ച് പലരും എത്തും എന്നൊരു ആഗ്രഹം, അതിൻ്റെയൊക്കെ പുഞ്ചിരിയാണോ എൻ ശ്രീകുമാറിൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്നത്? പ്രിയപ്പെട്ട എൻ ശ്രീകുമാർ പറഞ്ഞതിന് അതിലേക്ക് വരാം ഡോക്ടർ ലാൽ. പക്ഷെ അതിനു മുമ്പ് ഈ കാര്യത്തിൽ NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത് സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ, അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങൾ സമ്പൂർണ്ണമായി ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണ്, തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ മുഴുവനും. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടായിട്ട് വരുന്നത് എന്താണ്? ഈ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് NEP 2020 എന്നുള്ള തെറ്റായ ഒരു കൺസെപ്ഷനിലേക്ക് ആൾക്കാരെ എത്തിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആൻറ്റി LDF ഒരു സ്ട്രീം ഉണ്ടാക്കിയെടുക്കുക, അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ അവിടെ തന്നെയാണ് ഊന്നുന്നത്. അതിലെനിക്ക് പറയാനുള്ളത് ഡോക്ടർ ലാൽ, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത് 1968 ഇന്ദിരാഗാന്ധി ഭരണം തുടങ്ങുമ്പോഴാണ്. അത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് ആ ഭാഗം നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത് 1968 പിന്നീട് രണ്ടാമത് അടുത്ത ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP ഉണ്ടാകുന്നത് 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ NEP 3 അല്ല, പക്ഷേ NEP 2-ൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കും 1992. അത് കഴിഞ്ഞിട്ടാണ് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 1968-ലെയും 1986-ലെയും ദേശീയ വിദ്യാഭ്യാസ നയം വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടതാണ്. ആരാൽ? പ്രതിപക്ഷ കക്ഷികളാൽ. ആരാണ് പ്രതിപക്ഷത്തുള്ളത്? ഈ കോൺഗ്രസ്സാണ് ഭരണപക്ഷത്തുള്ളത്. പ്രതിപക്ഷത്തുള്ള ബാക്കി എല്ലാവരും ഉണ്ട്. ആ ബാക്കിയുള്ള എല്ലാവരും ഒന്നിച്ച് 68-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും 86-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും തുറന്നെതിർത്തതിൻ്റെ കുറേ അധികം ചരിത്രങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് എതിർക്കപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കറിയാം. പ്രിയപ്പെട്ട ശ്രീകുമാറിന് അതറിയാത്ത ആളൊന്നുമല്ല. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ബോധപൂർവം ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണ്, തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? അവിടെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾ ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. നമ്മളത് വിശദീകരിക്കാനുള്ള സമയമില്ലാതെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും വരേണ്യവർഗത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്. ഈ വിദ്യാഭ്യാസം ലഭിക്കാൻ സാഹചര്യം കിട്ടാത്ത അടിസ്ഥാന വർഗത്തിനെ പരിപൂർണമായും പുറത്താക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതായിരുന്നു 1968-ലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയുള്ള വ്യാപക വിമർശനം. ആ വിമർശനത്തിന് ഏറ്റവും മുന്നിൽ നിന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു. ഉത്തരേന്ത്യയിൽ നോക്കിയാൽ അന്നത്തെ ജനസംഘമായിരുന്നു. ഇന്നത്തെ BJP-യുടെ അന്നത്തെ രൂപമാണല്ലോ ജനസംഘം, അവരായിരുന്നു. ദക്ഷിണേന്ത്യയിലാണ് വ്യാപക പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാന കാരണം അണ്ണാദുരൈ ഉയർത്തിവിട്ട വലിയൊരു കാറ്റായിരുന്നു, ഒരു കൊടുങ്കാറ്റ്, ത്രിഭാഷാ പദ്ധതിക്കെതിരെ. അത് അന്ന് തുടങ്ങിയതാണ് കേട്ടോ.
ഇന്നും തമിഴ്നാട്ടിൽ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ കാരണം അവരുടെ ഈ ത്രിഭാഷാ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ്. അത് കഴിഞ്ഞോ 86-ൽ വരുമ്പോൾ അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു? അന്നത്തെ പ്രധാനപ്പെട്ട വിമർശനം 68ലേക്കാൾ കടുത്ത വരേണ്യവർഗ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാനും ഹിന്ദി കൃത്രിമമായി ഇതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നവോദയ വിദ്യാലയങ്ങൾ എന്ന ഒരു പുതിയ തരം വിദ്യാലയങ്ങൾ ഇന്ത്യയിലെമ്പാടും തുടങ്ങാനും രാജീവ് ഗാന്ധി തീരുമാനിച്ച് അതിനുള്ള അച്ചാരം വാങ്ങി സംസ്ഥാനങ്ങളെ അതിൻ്റെ ഇരകളാക്കുന്നു എന്നായിരുന്നു ഉണ്ടായിരുന്ന വിമർശനം. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാൽ ദക്ഷിണേന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിൽ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കില്ല എന്ന് നിയമസഭയിൽ തീരുമാനമെടുത്തവർ ആ നിലയിലേക്ക് മാറി. ത്രിഭാഷാ പദ്ധതി എതിർക്കുക മാത്രമല്ല, നവോദയ വിദ്യാലയങ്ങൾ തമിഴ്നാട്ടിൽ സ്ഥാപിക്കില്ല എന്നും തമിഴ്നാട് തീരുമാനമെടുത്തു നിയമസഭ. അതവിടെ ഉണ്ടായി. അപ്പോഴും ഈ അടിസ്ഥാന പ്രശ്നം മറ്റൊന്നുണ്ട് കേട്ടോ, അത് നിൽക്കുന്നുണ്ട്. അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിസി ഫ്രെയിംവർക്കാണ് എന്ന് പറഞ്ഞാൽ, പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ നയരേഖ. അതൊരു നയരേഖയാണ്. ഈ നയരേഖ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഉള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 68-ൽ കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഇന്ദിരാഗാന്ധി പറഞ്ഞപ്പോൾ GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കും എന്ന പ്രഖ്യാപനം കൂടെ നടത്തി. 2% പോലും നീക്കിവെച്ചില്ല. എന്നിട്ട് ഇപ്പോഴും ഇല്ല. BJP-യുടെ കാലത്ത് ഇപ്പോഴും ഇല്ല. 68-ൽ തുടങ്ങിയാണ് 6% പറച്ചിൽ. ഇപ്പോഴും 6% പറയുന്നുണ്ട്. ഇപ്പോൾ 3% വരെ ആയിട്ടുണ്ട് കഷ്ടിച്ച്. അതാണ് സ്ഥിതി. അപ്പോൾ ആ പോളിസി ഫ്രെയിംവർക്കിൽ നയരേഖയിൽ അത് വേണമോ വേണ്ടയോ എന്ന് വെക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. അത് സംസ്ഥാനങ്ങളുടെ സ്വയംനിർണ്ണയാവകാശത്തിൽപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി തമിഴ്നാടിൻ്റെ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ വർഷമല്ലേ പറഞ്ഞത്, നമ്മളെല്ലാവരും കണ്ടതും വായിച്ചതും. അതുണ്ടായില്ലേ? അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ പദ്ധതി വരുന്നത്. ഈ പദ്ധതി വരുന്നതിൻ്റെ പ്രശ്നം നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം SSK സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിക്ക് നമുക്ക് കിട്ടേണ്ട 1466 കോടി രൂപ തരില്ല. നമ്മൾ ചെലവഴിച്ചതാണ്. എങ്ങനെ ചെലവഴിച്ചതാണ്? നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ആകെ എണ്ണം 15,000 എണ്ണമുണ്ട്. 15,000 എയ്ഡഡ് സ്കൂളുകളും അവിടെ 2 ലക്ഷം അധ്യാപകരും 45 ലക്ഷം കുട്ടികളും പഠിക്കുന്നുണ്ട് അവിടെ. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഈ ഉച്ചഭക്ഷണമടക്കം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അടക്കം, അധ്യാപകരുടെ ശമ്പളമടക്കം, യൂണിഫോം അടക്കം, പരീക്ഷാ പേപ്പറുകൾ, ചോദ്യക്കടലാസ് അടക്കം എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നതിന് പണം തിരിച്ചു തരാമെന്നുള്ള കണ്ടീഷനിലാണ്. ആ പണം തരുന്നില്ല. ചോദിച്ചപ്പോഴാണ് പറയുന്നത്, തരണമെങ്കിൽ SSKയുടെ പണം തരണമെങ്കിൽ നിങ്ങളിതിൽ ഒപ്പിടണം. അപ്പോൾ അതൊരു പ്രശ്നം. അടുത്ത പ്രശ്നം, ഗൗരവമുള്ള പ്രശ്നം വരുന്നത് ഈ നമ്മുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്ന CSS. ഈ CSS-ലാണ് ഈ പദ്ധതി വരുന്നത് കേട്ടോ. ഏതാ ഈ PM ശ്രീ വരുന്നത്. അപ്പോൾ കേരളം നിലവിലിപ്പോൾ 82 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ 82-ൽ 17 എണ്ണം വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെയാണ്. CPIയുടെ 4 വകുപ്പുകളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളിലും നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് LDF നയപരമായി എതിരല്ല. LDF ആ നയം അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ടാണല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം കൈപ്പറ്റുന്നതും അതത് വകുപ്പുകളിൽ ചെലവഴിക്കുന്നതും. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് PM ശ്രീയിൽ മാത്രമായിട്ട് LDF-ന് നയവ്യതിയാനം ഉണ്ടാകണമെങ്കിൽ LDF-ൽ ഈ നയം മാറ്റണം എന്ന് ഏതെങ്കിലും ഒരു കക്ഷി നിർദ്ദേശം വെക്കണം. CPI അങ്ങനെ വെച്ചതായിട്ട് ഈ നിമിഷം വരെ എനിക്കറിയില്ല.